കേരളം കാത്തിരുന്ന ഉപതിരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നതെന്നും തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വൻ വിജയം നേടുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. PV അൻവർ UDFന് വേണ്ടി നെറികെട്ട പ്രവൃത്തിയാണ് ചെയ്തതെന്നും അതിനെയൊക്കെ അതിജീവിച്ചാണ് ഇടതുമുന്നണി വൻ വിജയം നേടാൻ പോകുന്നതെന്നും ഇടതു സർക്കാരിന്റെ മൂന്നാം ഊഴത്തിലേക്കുള്ള യാത്രയ്ക്ക് ബലം നൽകുന്ന തിരഞ്ഞെടുപ്പ് ഫലമായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാവുകയെന്നും MV ഗോവിന്ദൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഔദ്യോഗികമായിട്ട് നാളെയാണ് പ്രഖ്യാപനത്തിൻ്റെ തീയതി അവർ പ്രഖ്യാപിച്ചത്. വളരെ ചുരുക്കം ദിവസം കൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കത്തക്ക രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി താഴെ തലം വരെയുള്ള കമ്മിറ്റികളുടെ പ്രവർത്തനം വളരെ സജീവമായി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും പ്രവർത്തനം നടന്നു വരികയും ചെയ്യുകയാണ്. തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇന്ത്യയോടെ മത്സരിച്ച സ്വതന്ത്രൻ PV അൻവർ UDFന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒറ്റുകൊടുക്കുന്ന നിലപാടാണ് എന്ന് ഇപ്പോഴും പ്രകടമായി പുറത്തു വന്നിരിക്കുകയാണ്. ഞങ്ങളത് ആദ്യം മുൻകൂട്ടി തന്നെ പറഞ്ഞാണ്. DMKയുടെയോ തൃണമൂൽ കോൺഗ്രസിൻ്റെയോ ഒക്കെ പേര് ഉപയോഗിക്കുമെങ്കിലും ആത്യന്തികമായി കേരളത്തിൽ രാഷ്ട്രീയ ബലാബലത്തിൽ രണ്ട് പ്രബലമായ ശക്തികളാണ് പരസ്പരം മത്സരിക്കുന്നത്, LDFും UDFും. അപ്പോൾ അൻവറുടെ യാത്ര UDFന് വേണ്ടിയാണ്. UDFിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവായിട്ട് വരാൻ പോവുകയാണ് നാളെ എന്ന് അന്നേ ഈ കാര്യങ്ങൾ പാർട്ടി ജനങ്ങളോട് പറയുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. അവിടെ തന്നെയാണ് എത്തിയത്. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.